കണ്ണിൻ മണിപോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചദീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല, കണ്ണിൽ തന്നെ നോക്കിയദീന തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 31-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സത്യം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യം, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം പുത്രനിലൂടെ നൽകിയിരിക്കുന്നു. ഇവിടെ പറയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലമാര്? ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ പ്രതികൂലമായി ഒരു അന്ധകാര ശക്തിക്കോ ഒരു പിശാചിനോ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കണം. എങ്ങനെയാ ദൈവം നമുക്ക് അനുകൂലമാകുന്നത്? നാം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ, ദൈവമക്കളായി തീരുന്നതിലൂടെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിലൂടെ ദൈവം നമുക്ക് അനുകൂലമായി മാറുകയാണ്. എന്നിട്ട് പറയാണ്, സ്വന്തം പുത്രനെ, അതെങ്ങനെയാണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു തന്നവൻ എന്ത് ചെയ്യണം? അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഇനി എന്തെങ്കിലും നമുക്ക് തരാതിരിക്കുമോ? എല്ലാം തരും, സകലം തരും, സകല നന്മയും തരും. നൽകാതിരിക്കുമോ? എന്നിട്ട് പറയാം, ദൈവം തിരഞ്ഞെടുത്തവരെ ആരാണ് കുറ്റം ചുമത്തുന്നത്? നമ്മളത് മറന്നു പോകരുത്. ദൈവം തിരഞ്ഞെടുത്ത ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അവരിൽ കുറവുകൾ കണ്ടേക്കാം, കുഴപ്പങ്ങൾ കണ്ടേക്കാം. പക്ഷെ അവരെ മാറ്റി നിർത്താനോ കുറ്റം പറഞ്ഞു നിർത്താനോ നമ്മൾ ശ്രമിക്കരുത്. കാര്യം ദൈവമാണ് അവരെ തിരഞ്ഞെടുത്തത്. ആരാണ് പിന്നെ അവരെ കുറ്റം വിധിക്കാൻ കഴിയുന്നത്? എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ആർക്കും എന്നെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. ഒരു പിശാചിനോ ഒരു അന്ധകാരത്തിനോ ഒരു മനുഷ്യർക്കോ നിങ്ങളെ കുറ്റം വിധിച്ച് മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാര്യം ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. യേശു ക്രിസ്തുവിലൂടെയാണ് തിരഞ്ഞെടുത്തത്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങളെയും എന്നെയും നീതീകരിച്ച് ദൈവമക്കളാക്കി വിശുദ്ധരാക്കി ദൈവസന്നിധിയിൽ നിർത്തുന്നത്.
എന്ന് പറയാൻ നീതീകരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, കുറ്റം നീതീകരിക്കുന്നവൻ ദൈവമാണ്, മനുഷ്യരാരുമല്ല എന്നെയും നിങ്ങളെ നീതീകരിച്ചത്. അവരിനിയും നിങ്ങളെയും എന്നെയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ടൊരു കാര്യവുമില്ല. ദൈവം നമ്മുടെ എല്ലാ കുറവുകളോടും കൂടെ നമ്മെ സ്നേഹിച്ച് അവിടുത്തെ പുത്രനെ അയച്ച് ആ പുത്രൻ്റെ രക്തത്തിലൂടെ നമ്മളെ ഇന്ന് നീതീകരിച്ച് ദൈവ മക്കളാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറയാം, നീതീകരിക്കുന്നത് ദൈവമാണ്. ആ ശിക്ഷ വിധിക്കുന്ന ആരാണ്? ആർക്കാണ് ശിക്ഷ വിധിക്കാൻ കഴിയുന്നത്? എന്നിട്ട് പറയണം, ക്രിസ്തു യേശുവാണ് മരിച്ചത്. എൻ്റെ ഈ നീതീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തുവാണ് മരിച്ചത്. യേശു ക്രിസ്തു മരിച്ചു. എന്നിട്ട് പറയാം, ഉയർത്തെഴുന്നേറ്റവൻ തന്നെ യേശു ക്രിസ്തു എൻ്റെ നീതീകരണത്തിന് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഉയർത്തെഴുന്നേറ്റത് മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എന്താണ് പക്ഷവാദം? പക്ഷം ചേർന്ന് വാദിക്കുന്നതിനാണ് പക്ഷവാദം എന്ന് പറയുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്താൽ പോലും ആളുടെ സൈഡിൽ നിന്നിട്ട് ഇദ്ദേഹം തെറ്റ് ചെയ്യത്തില്ലെന്ന് പക്ഷം ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയാണ്. നമ്മുടെ കുറവുകളുള്ളപ്പോഴും യേശു ക്രിസ്തു പക്ഷം ചേർന്ന് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. എന്താണ്? ഈ രക്തം ഉപയോഗിച്ച് ഇവരെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്, ഞാൻ നീതീകരിച്ചിരിക്കുകയാണെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറയാൻ നമുക്കൊരുവനുണ്ട്, മനുഷ്യപുത്രൻ ഒരുവനുണ്ട്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മളെ ഇനി ആരും കുറ്റം വിധിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഭയന്നിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ കുറ്റം വിധിക്കുന്നത് പിശാചാണ്, പക്ഷെ നീതീകരിച്ചത് ദൈവമാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ നീതീകരിച്ചു. യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. എന്നിട്ട് ജീവിച്ച് എവിടെ ഇരിക്കുകയാണ്? ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയ്ക്ക് പറ്റുമോ? സങ്കടമോ ഉപദ്രവമോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ പറ്റുമോ? എന്നിട്ട് നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നിട്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും ജയം പ്രാപിക്കുന്നു. എന്നിട്ട് പറയാം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് ഉറപ്പായിരിക്കണം. എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. ദൈവം എന്നെ നീതീകരിച്ചത്, ആർക്കും എന്നെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തു, പിതാവ് ഇവരെ തിരഞ്ഞെടുത്തു, പുത്രൻ ഇവർക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പിതാവിൻ്റെ വലത്തു ഭാഗത്ത് കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അതുകൊണ്ട് ഒരിടത്തും ആരുടെ അടുത്തും ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഇന്ന് വചനം കേൾക്കുന്നവരെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കും. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കരുതും എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ഈ ഭൂവിൽ ജയം
പ്രത്യാശയോടെ തളരാതെ ഈ ഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ